ഹലോ എവ്രി വൺ. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീമിൻ്റെ ഡിസൈൻസ് ആണ്. അപ്പോൾ ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി നോ ദാറ്റ് ഇറ്റ് ഈസ് എ ബീം ഇൻ വിച്ച് ദ റീഇൻഫോഴ്സ്മെൻറ്റ് ഇസ് പ്രൊവൈഡഡ് ഇൻ ദ ടെൻഷൻ സൈഡ് ആസ് വെൽ ആസ് ഇൻ ദ കംപ്രഷൻ സൈഡ് അല്ലേ. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീംസ് എന്ന് പറയുന്നത്. വേറാസ് ദ റീഇൻഫോഴ്സ്മെൻറ്റ് ഇസ് ഓൺലി പ്രൊവൈഡഡ് ഓൺ ദ ടെൻഷൻ സൈഡ് ആണെന്നുണ്ടെങ്കിൽ വിൽ ബി ടെല്ലിങ് ഇറ്റ് ആസ് സിംഗിളി റീഇൻഫോഴ്സ്ഡ് ബീംസ് അല്ലേ. സിംഗിളി റീഇൻഫോഴ്സ്ഡ് ബീമിൻ്റെ ഡിസൈനും പ്രോബ്ലംസ് എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. സോ നമുക്ക് ഇനി എങ്ങനെയാണ് ഒരു ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീംസിൻ്റെ ഡിസൈനും പ്രോബ്ലംസും ഹാൻഡിൽ ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഏതൊക്കെ സർക്കംസ്റ്റൻസിലാണ് ഒരു ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീം നമ്മൾ അഡോപ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ അൾട്ടിമേറ്റ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദ സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീം ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീം കൊടുക്കേണ്ടി വരും. അതായത് എന്താണ്, സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീമിൽ ഉണ്ടാവുന്ന മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസിനേക്കാളും കൂടുതലാണ് നമുക്ക് ആവശ്യമെങ്കിൽ നമ്മളവിടെ എന്താണ് കൂടുതൽ റീഇൻഫോഴ്സ്മെൻറ്റ്സ് കൊടുക്കണം. സോ ദാറ്റ് വരുന്ന ലോഡിനെ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് നമ്മുടെ ബീം ക്രിയേറ്റ് ചെയ്യും. അതാണ് ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്ക് ഡെപ്ത് ലിമിറ്റ് ചെയ്യേണ്ട ഒരു കണ്ടീഷനാണ്. ചില സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ചില റൂമുകളിൽ നമുക്ക് നമ്മുടെ ഡിസൈൻ ഡെപ്തിനേക്കാളും കൂടുതലായിട്ടുള്ള ഡെപ്താണ് വരുന്നത്. അവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഡെപ്ത് എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മളവിടെ ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീംസ് ആണ് അഡോപ്റ്റ് ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ ബെൻഡിങ് മൊമെൻറ്റ് സൈൻ ചേഞ്ച് ചെയ്യുന്ന കണ്ടീഷൻ എന്നുള്ളവിടെയും നമ്മൾ ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീംസ് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ലാർജ് ഡിഫ്ലക്ഷൻ വരാനുള്ള ചാൻസസ് ആണ്, അല്ലെങ്കിൽ എക്സെൻട്രിക് ലോഡിങ് കണ്ടീഷൻ ആണ് വരുന്നത്. അതേപോലെ തന്നെ ഡക്റ്റിലിറ്റി അല്ലെങ്കിൽ എർത്ത് ലോഡ് അങ്ങനെയുള്ള കണ്ടീഷൻസ് എല്ലാം വരുന്ന സ്ഥലത്ത് നമ്മൾ എന്താ ചെയ്യുക, സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീമിന് പകരം നമ്മൾ ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീംസസ് ആണ് പ്രൊവൈഡ് ചെയ്യുക. അതല്ലാതെ തന്നെ ഏസ്തെറ്റിക് ആയിട്ടുള്ള ലുക്കിന് വേണ്ടിയിട്ട് ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ നമുക്കിപ്പം ബീം ഡെപ്ത് കൂടുതലാണെങ്കിൽ റൂം ഹൈറ്റ് കൂടും, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഏസ്തെറ്റിക്കലി ഒരു നല്ല അപ്പിയറൻസ് ആയിരിക്കില്ല നമ്മുടെ ബീം തരുന്നതെങ്കിൽ അങ്ങനെയുള്ള കേസസിലെല്ലാം നമ്മൾ ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീംസസ് ആണ് അഡോപ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു സ്ട്രെസ് സ്ട്രെയിൻ കർവാണ് അല്ലേ. നമ്മൾ സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീമിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവും അതിൽ വരുന്ന പാരാമീറ്റേഴ്സ് നമ്മൾ സ്റ്റഡി ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഒരു ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീമിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് നമുക്ക് അനലൈസ് ചെയ്യണം. നിങ്ങളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ കേസിനേക്കാളും വ്യത്യാസമായിട്ട് എന്താണ് ഇവിടെ വരുന്നത്, നമ്മുടെ കംപ്രഷൻ സൈഡിൽ നേരത്തെ കോൺക്രീറ്റ് കാരണമുള്ള ഒരു കംപ്രസീവ് ഫോഴ്സ് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്തിരുന്നത് അല്ലേ. ഇവിടെ നമ്മൾ എന്തുകൂടെ കൺസിഡർ ചെയ്യണം, സ്റ്റീൽ കാരണം ഉണ്ടാവുന്ന കംപ്രസീവ് ഫോഴ്സസ് കൂടെ കൺസിഡർ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ C1 എന്ന് പറയുന്നതാണ് കംപ്രസീവ് ഫോഴ്സ് ഡ്യൂ ടു ദ സ്റ്റീൽ എന്ന് പറയുന്നത്, ആൻഡ് C2 ഇസ് ദ കംപ്രസീവ് ഫോഴ്സ് ഡ്യൂ ടു ദ കോൺക്രീറ്റ് ആണെങ്കിൽ ടോട്ടൽ കംപ്രസീവ് ഫോഴ്സ് വിച്ച് ഈസ് ആക്ടിങ് ഓൺ ദ കംപ്രഷൻ സൈഡ് എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു C1 + C2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഡിസൈൻ ചെയ്യാനായിട്ട്. ഓക്കെ, ഇവിടെ കാണിച്ചിരിക്കുന്ന ഫിഗറിൽ FSC എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ ഫോഴ്സ് വിച്ച് ഇസ് ഡ്യൂ ടു ദ സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ് അറ്റ് കംപ്രഷൻ സൈഡ് എന്നുള്ളത് മെൻഷൻ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ C എന്ന് പറയുന്നതാണ് കോൺക്രീറ്റ് കാരണം ഉണ്ടാവുന്ന ഫോഴ്സ്, വേറെ FSC ആണ് സ്റ്റീൽ കാരണം ഉണ്ടാവുന്ന ഫോഴ്സ്. ഓക്കെ, എന്നിട്ട് അത് രണ്ടും കൂടെ ചേർന്ന് ആക്ട് ചെയ്തിരിക്കുന്നതാണ് ഈ മൂന്നാമത്തെ ഫിഗറിൽ നമുക്ക് ഗ്രീൻ സൈഡിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഇക്വേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും FSC - 0.45 FCK ഇൻറ്റു ASC എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. -0.45 FCK എന്തുകൊണ്ടാണ് -0.47 FCK ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ സ്റ്റീൽ എടുക്കുന്ന സമയത്ത് ആ സ്റ്റീലിൻ്റെ ഏരിയയിൽ വരുന്ന പോർഷനിലുള്ള കോൺക്രീറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഡിഡക്റ്റ് ചെയ്യണം, കറക്റ്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് -0.45 FCK എന്നുള്ള വാല്യൂ അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. കോൺക്രീറ്റിൻ്റെ കംപ്രഷൻ സൈഡിലുള്ള വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ സ്ട്രെസ് ബ്ലോക്ക് പാരാമീറ്റർ യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.36 FCK B × XU ആണ്. ഇനി അതേപോലെ തന്നെ സ്റ്റീൽ കാരണം ഉണ്ടാവുന്ന വാല്യൂ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ CS എന്ന് എടുക്കാം. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഫോഴ്സ് ഡ്യൂ ടു ദ സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഓൺ കംപ്രഷൻ സൈഡ് FSC ഇൻറ്റു ASC. ASC എന്ന് പറയുന്നത് എന്താ, ഏരിയ ഓഫ് ദ സ്റ്റീൽ അറ്റ് ദ കംപ്രഷൻ സൈഡ്, അതാണ് ASC എന്ന് പറയുന്നത് അല്ലേ. സോ ടോട്ടൽ കംപ്രസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു
0.36 FCK B into XU പ്ലസ് FSC ഇൻറ്റു ASC എന്ന് വരും അല്ലേ. -0.47 FCK ASC ഇത് കൂടെ ചെയ്യണം. എന്തുകൊണ്ടാണ് അത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളിപ്പോൾ സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്ത ഏരിയയിലുള്ള കോൺക്രീറ്റ് എന്ന് പറയുന്നത് നമ്മൾ മൈനസ് ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 0.47 FCK ഇൻറ്റു ASC, അതായത് ഏരിയ ഓഫ് ദ സ്റ്റീൽ എന്നുള്ളത് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ എടുക്കുന്ന സമയത്ത് ഈ ഒരു വാല്യൂ വളരെ നെഗ്ലിജിബിൾ ആയതുകൊണ്ട് നമ്മളത് കൺസിഡർ ചെയ്യില്ല. ഓക്കെ, അത് നിങ്ങൾക്ക് കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് മനസ്സിലാവുന്നതായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിപ്പം ബീമിൻ്റെ സ്ട്രെയിൻ ഡയഗ്രാം അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അല്ലേ, മാക്സിമം സ്ട്രെയിൻ വാല്യൂ എന്ന് പറയുന്നത് 0.0035 ആണ്. അതേപോലെ മാക്സിമം സ്ട്രെസ്സ് വരുന്ന പോയിന്റിലുള്ള സ്ട്രെയിൻ വാല്യൂ ആണ് നമ്മുടെ 0.002 എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് നമ്മുടെ ഇപ്പോൾ ഉള്ള നമ്മുടെ സ്റ്റീല് കാരണമുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ആക്ട് ചെയ്യുന്നത്. സോ വി നീഡ് ടു ഫൈൻഡ് വാട്ട് ഈസ് ദാറ്റ് ഡിസ്റ്റൻസ്. ടോപ്പ് ഫൈബറിൽ നിന്നും എത്ര ഡിസ്റ്റൻസിലാണ് ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് D' ആയിട്ട് എടുക്കാം. ദെൻ ബൈ യൂസിങ് ദ സിമിലർ ട്രയാങ്കിൾ പ്രിൻസിപ്പിൾ നമുക്കൊരു റിലേഷൻ അച്ചീവ് ചെയ്യാം. അതായത് 0.0035 ഡിവൈഡഡ് ബൈ XU ഇസ് ഈക്വൽ ടു εSC ഡിവൈഡഡ് ബൈ XU മൈനസ് D'. ഇതെങ്ങനെയാണ് വന്നത്? 0.0035 നമുക്കറിയാം മാക്സിമം സ്ട്രെയിൻ വാല്യൂ, ഡിവൈഡഡ് ബൈ അതിൻ്റെ ടോട്ടൽ ഡെപ്ത്ത്, ആ ട്രയാങ്കിളുടെ ടോട്ടൽ ഹൈറ്റ് എത്രയാണ് വരുന്നത്? XU ആണ്. അതായത് ടോപ്പ് ഫൈബറിൽ നിന്നും ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് XU എന്ന് പറയുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു സ്ട്രെയിൻ ഡ്യൂ ടു ദ സ്റ്റീൽ അറ്റ് ദ കംപ്രഷൻ സൈഡ്, അതാണ് εSC എന്ന് പറയുന്നത് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഡിവൈഡഡ് ബൈ XU മൈനസ് D'. അതായത് നമുക്ക് ബാലൻസ് ഹൈറ്റാണ് വേണ്ടത് അല്ലേ. ടോട്ടൽ ഡെപ്ത് എന്ന് പറയുന്നത് XU എന്നുള്ളത് കിട്ടി, മൈനസ് ടോപ്പ് ഫൈബറിൽ നിന്നും ആ ഒരു പോയിൻ്റ് ഫോഴ്സ് C1 എന്ന് പറയുന്ന ഫോഴ്സ് CS എന്ന് പറയുന്ന ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് D' എന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സോ മൈനസ് D' ചെയ്യുന്ന സമയത്ത് വി ക്യാൻ ഫൈൻഡ് വാട്ട് ഈസ് അവർ സ്ട്രെയിൻ വാല്യൂ ഡ്യൂ ടു ദ സ്റ്റീൽ അറ്റ് ദ കംപ്രഷൻ സൈഡ്, εS. സോ നമുക്ക് കിട്ടുന്നത് 0.0035 ഇൻറ്റു 1 മൈനസ് D' ബൈ XU എന്നുള്ളൊരു ഇക്വേഷനാണ് അല്ലേ. അപ്പോൾ അത് എങ്ങനെയാണ് അതിൽ നിന്നും FSC, അതായത് ഫോഴ്സ് ഡ്യൂ ടു ദ സ്റ്റീൽ അത് കംപ്രഷൻ സൈഡ് നമുക്ക് കണ്ടുപിടിക്കണം. നമുക്കറിയാം ഫോഴ്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താണ്, യങ്സ് മോഡുലസ് ഇൻറ്റു സ്ട്രെയിൻ വാല്യൂ ആണെന്നറിയാം. അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രെയിൻ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ദെൻ വി നോ വാട്ട് ഈസ് അവർ യങ്സ് മോഡുലസ് ഓഫ് ദ സ്റ്റീൽ, കറക്റ്റ് അല്ലേ. അപ്പോൾ 2 × 10⁻6 ഇൻറ്റു 0.0035 ഇൻറ്റു 1 മൈനസ് D' ബൈ XU ചെയ്യുന്ന സമയത്ത്, സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 700 ഇൻറ്റു 1 മൈനസ് D' ബൈ XU ആണ്. വി നോ ദാറ്റ് അവർ ടോട്ടൽ ടെൻഷൻ ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0.87 FI ASC ആണ്. So for equating total tension is equal to total compression, we get it as 0.87 FI AST is equal to 0.36 FCK B into XU plus FSC into ASC. സോ നമുക്കത് സിംപ്ലിഫൈ ചെയ്യാം ഒന്നുകൂടെ. നമ്മുടെ FSCയുടെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് 0.87 FI AST is equal to 0.36 FCK B into XU plus 700 into 1 minus D' by XU into ASC എന്ന് കിട്ടും. ഓക്കെ, ചില സമയത്ത് നമ്മുടെ അടുത്ത് പറയുന്നത് ടെൻഷൻ സൈഡിലുള്ള അല്ലെങ്കിൽ കംപ്രഷൻ സൈഡിലുള്ള സ്റ്റീലിൻ്റെ ഏരിയ എത്രയാണ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ നമുക്കിതിൽ ASC എന്ന് പറയുന്നത് മാത്രം സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ദ നെക്സ്റ്റ് ഇസ് വി നീഡ് ടു ഫൈൻഡ് വാട്ട് ഈസ് അവർ അൾട്ടിമേറ്റ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക? നമ്മൾ സിംപ്ലി റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ കേസിൽ എങ്ങനെയാണ് അൾട്ടിമേറ്റ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചത്? മൊമെൻറ്റ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ലീവർ ആം ഡിസ്റ്റൻസ് എന്ന ബേസിസിലാണ് കണ്ടുപിടിച്ചത് അല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു ഫോഴ്സ് നമ്മൾ സ്ട്രെസ് ബ്ലോക്ക് പാരാമീറ്റേഴ്സ് യൂസ് ചെയ്ത് കണ്ടുപിടിച്ച ആ ഒരു സിംഗ്ലി റീഇൻഫോഴ്സിൻ്റെ കേസിലുള്ള മൊമെൻറ്റ് നമ്മുടെ കയ്യിലുണ്ട്. പ്ലസ് നമ്മൾ എന്ത് ചെയ്യണം, ആ കംപ്രഷൻ സൈഡിൽ ആക്ട് ചെയ്ത എക്സ്ട്രാ ഉള്ള റീഇൻഫോഴ്സ്മെൻറ്റ് കാരണമുള്ള ഫോഴ്സ് ഇൻറ്റു ലീവർ ആം ഡിസ്റ്റൻസ് എത്രയാണ് എന്നുള്ള കാര്യമാണ് നമുക്കിതിൽ ആഡ് ഓൺ ചെയ്യേണ്ടത്. അപ്പോഴാണ് അൾട്ടിമേറ്റ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഫോർ എ ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീം കിട്ടുക. So mu is equal to 0.36 FCK B into XU into D minus 0.42 XU ആണ് നമ്മുടെ സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് കേസിലുള്ളത് അല്ലേ. പ്ലസ് നമ്മൾ എന്ത് ചെയ്യണം,
ഫോഴ്സ് ഇൻറ്റു ലീവർ ആം ഡിസ്റ്റൻസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഫോർ ദാറ്റ് എത്രയാണ് ലീവർ ആം ഡിസ്റ്റൻസ് എന്നുള്ളത് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. ലീവർ ആം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് വരുന്നത് ഡി മൈനസ് ഡി ഡാഷ് ആണ്. കാരണം എന്താണ്, ടോപ്പിൽ ഡി ഡാഷ് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിലാണ് നമ്മുടെ കംപ്രഷൻ സൈഡിൽ നമ്മുടെ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. സോ ദ ലീവർ ആം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ടോട്ടൽ ലീവർ ആം ഡിസ്റ്റൻസ് വിൽ ബി ഈക്വൽ ടു ഡി മൈനസ് ഡി ഡാഷ് ആണ് നമുക്ക് കിട്ടുന്നത്. സോ ദ ഇക്വേഷൻ ബിക്കംസ് എന്താണ് വരിക, എഫ് എസ് സി മൈനസ് 0.46 എഫ് സി കെ ഇൻറ്റു എ എസ് സി ഇൻറ്റു ഡി മൈനസ് ഡി ഡാഷ് എന്നുള്ളൊരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അൾട്ടിമേറ്റ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻ്റെ ഒരു ഇക്വേഷൻ. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എഴുതുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് എം യു is equal to 0.36 എഫ് സി കെ എക്സ് യു ഇൻറ്റു ഡി മൈനസ് 0.42 എക്സ് യു ആണ്, പ്ലസ് എഫ് എസ് സി ഇൻറ്റു എ എസ് സി ഇൻറ്റു ഡി മൈനസ് ഡി ഡാഷ്. So this is the ultimate moment of resistance of doubly reinforced beamൻ്റെ equation. നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. The first question is a doubly reinforced beam section is 250 mm wide and 450 mm deep to the center of the tensile reinforcement. It is reinforced with 2 bars of 16 mm dia as compression reinforcement at an effective cover 50 mm and 4 bars of 25 mm diameter as tension reinforcement. Using M20 concrete and Fe 250 steel, calculate the ultimate moment of resistance of the beam section. So question നമുക്ക് മനസ്സിലായി അതൊരു ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീം സെക്ഷൻ ആണെന്നുള്ളത്. ബീമിൻ്റെ സൈസ് തന്നിട്ടുണ്ട്. സോ ലെറ്റ്സ് റൈറ്റ് വാട്ട് ഈസ് ഗിവൺ. ഓക്കെ, സോ ബി ഈസ് ഈക്വൽ ടു 250 mm തന്നിട്ടുണ്ട്. ദെൻ ഡി സ്മോൾ ഡി ആണ് തന്നിരിക്കുന്നത്, which is equal to 450 mm and d dash is equal to ഒരു കവർ തന്നിട്ടുണ്ട് 50 mm ആണ് തന്നിട്ടുണ്ട്. we need to find first of all we need to find what is our ASC and AST, അതായത് സ്റ്റീലിൻ്റെ ഏരിയ ആണ് അറ്റ് ദ ടെൻഷൻ സൈഡ് ആസ് വെൽ ആസ് കംപ്രഷൻ സൈഡ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ എത്രയാണ്, ആദ്യം കംപ്രഷൻ സൈഡ് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എത്രയാണ്, 2 bars ആണ് തന്നിട്ടുള്ളത് ഓഫ് 16 mm ഡയ അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഏരിയ വരുന്നത്, 2 ഇൻറ്റു π/4 ഇൻറ്റു 16 സ്ക്വയർ. സോ 402 mm സ്ക്വയർ എന്ന് കിട്ടും. അതുപോലെ ടെൻഷൻ സൈഡ് വരുന്ന സമയത്ത് എത്രയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, 4 bars ഓഫ് 25 mm ആണ്. സോ 4 ഇൻറ്റു π/4 ഇൻറ്റു 25 സ്ക്വയർ ചെയ്യുന്ന സമയത്ത് 1964 mm സ്ക്വയർ ആണ് നമുക്ക് കിട്ടുന്ന വാല്യൂ. ഫസ്റ്റ് ഓഫ് ഓൾ സ്ട്രെസ് ഇൻ ദ കംപ്രഷൻ സ്റ്റീൽ എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. എഫ് എസ് സി is equal to 700 into 1 minus d dash by xu ആണ് അതിൻ്റെ ഫോർമുല. സോ വിച്ച് is equal to 700 into d ഡാഷിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുള്ളത് 50 mm ആണെന്നാണ്. ഓക്കെ, സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 1 minus 50 by xu. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ അവിടെ ഇരിക്കട്ടെ. ദെൻ വി നോ ദാറ്റ് ടോട്ടൽ കംപ്രഷൻ ഇസ് ഈക്വൽ ടു ദ ടോട്ടൽ ടെൻഷൻ ആണ്. സോ നമുക്ക് ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് വരുന്നത്, 0.36 എഫ് സി കെ ബി ഇൻറ്റു എക്സ് യു പ്ലസ് 700 ഇൻറ്റു 1 മൈനസ് 50 ബൈ എക്സ് യു ഇൻറ്റു എ എസ് സി. എ എസ് സിയുടെ വാല്യൂ നമുക്കറിയാം, എല്ലാ വാല്യൂസസ് ഉണ്ട്, നമുക്കിവിടെ അറിയാത്തത് എക്സ് യു മാത്രമാണ് അല്ലേ. സോ ഫ്രം ദിസ് ഇക്വേഷൻ വി നീഡ് ടു ഫൈൻഡ് വാട്ട് ഈസ് അവർ എക്സ് യു വാല്യൂ. അത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഫൈനൽ വാല്യൂ ഓഫ് എക്സ് യു എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു 137.735 mm ആണ് നമുക്ക് കിട്ടുന്നത്. Again we need to find what is our XU max എന്ന് പറയുന്നത്. XU max is equal to നമുക്കറിയാം എത്രയാണ് ഇവിടെ തന്നിട്ടുള്ളത്, നമ്മുടെ ഗ്രേഡ് ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് Fe 250 ആണ് അല്ലേ. അപ്പോൾ Fe 250യുടെ XU മാക്സിൻ്റെ ഇക്വേഷൻ നമ്മുടെ കോഡ് ബുക്കിൽ നോക്കി എഴുതാം. സോ ഫ്രം ദാറ്റ് വി വിൽ ബി ഗെറ്റിംഗ് ഇറ്റ് ആസ് XU മാക്സ് ഇസ് ഈക്വൽ ടു 0.53 ഇൻറ്റു ഡി ആണെന്നുള്ളത് നമുക്ക് കിട്ടും. ഡിയുടെ വാല്യൂ എത്രയാണ്, സ്മോൾ ഡിയുടെ വാല്യൂ എഫക്റ്റീവ് ഡെപ്ത് ഇസ് ഈക്വൽ ടു 450 എന്ന് തന്നിട്ടുണ്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അങ്ങനെ നമുക്ക് കിട്ടുന്നത് 238.5 mm ആണ്. സോ നമുക്കിവിടെ എക്സ് യു മാക്സും കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റുന്നത് എക്സ് യു ഇസ് ലെസ് ദാൻ എക്സ് യു മാക്സ് എന്നുള്ളൊരു കണ്ടീഷനാണ് നമുക്ക് കിട്ടുന്നത്. സോ അങ്ങനെയാണെങ്കിൽ എഫ് എസ് സിയുടെ വാല്യൂ എത്രയാണ്, എത്രയുടെ സ്ട്രെസ് വാല്യൂ എത്രയാണെന്നുള്ളതിൻ്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. സോ എഫ് എസ് സി ഈസ് ഈക്വൽ ടു 700 ഇൻറ്റു 1 മൈനസ് 50 ബൈ 137.739 വിച്ച് ഇസ് ഈക്വൽ ടു 445.9 ന്യൂട്ടൺ പെർ mm സ്ക്വയർ നമുക്ക് കിട്ടും. ഇവിടെ നമുക്ക് വേറൊരു കാര്യം കൂടെ ചെക്ക് ചെയ്യാനുണ്ട്. അതായത് Fe 250 ഗ്രേഡ് ഓഫ് സ്റ്റീലാണെന്നുണ്ടെങ്കിൽ ദ മാക്സിമം വാല്യൂ ഓഫ് എഫ് എസ് സി, അതായത് സ്ട്രെസ്
ഓഫ് ദ സ്റ്റീൽ അറ്റ് ദ കംപ്രഷൻ സൈഡ് എന്ന് പറയുന്നത് ഷുഡ് ബി ഈക്വൽ ടു 0.87 FI. ആ കണ്ടീഷൻ കൂടെ ചെക്ക് ചെയ്യാം. ഇനി HYST ബാർ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം സ്ട്രെയിൻ്റെ ഇക്വേഷൻ നമുക്ക് ലിമിറ്റ് സ്റ്റേറ്റിൻ്റെ അസംഷനിൽ നിന്ന് നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിരുന്നു. ദാറ്റ് ഈസ് എപ്സിലോൺ y ഈസ് ഈക്വൽ ടു 0.002 പ്ലസ് 0.87 FI ബൈ ES. ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇവിടത്തെ കേസസിൽ നമുക്ക് വരുന്ന സമയത്ത് എന്താണ് 0.87 ഇൻറ്റു FI ആയിരിക്കണം അവിടുത്തെ മാക്സിമം വാല്യൂ എന്ന് പറയണത്. സോ നമ്മുടെ കണ്ടീഷൻ ഓക്കെ ആണോ എന്നുള്ളൊരു കാര്യം ചെക്ക് ചെയ്യണം. അപ്പോൾ 0.87 ഇൻറ്റു FI എത്രയാണ്? 250 ആണ്. സോ വി ഗെറ്റ് ഇറ്റ് ആസ് 217 Nm/mm² ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് ഇസ് ഗ്രേറ്റർ ദാൻ 0.87 FI ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ FSCയുടെ വാല്യൂ എത്രയേ എടുക്കാൻ പാടുള്ളൂ? 217. അതാണ് ആ വാല്യൂ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. 217 Nm/mm² ആണ് എടുക്കേണ്ടത്. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? അൾട്ടിമേറ്റ് മൊമെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അൾട്ടിമേറ്റ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എഴുതാ 0.36 FCKB ഇൻറ്റു XU ഇൻറ്റു D മൈനസ് 0.42 XU പ്ലസ് FSC ഇൻറ്റു ASC ഇൻറ്റു D മൈനസ് D ഡാഷ്. ഇതിലെല്ലാം നമുക്കറിയാം അല്ലേ? എല്ലാ വാല്യൂസും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താണ്. എക്സിയുടെ വാല്യൂവും കിട്ടി. FSൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് നമ്മൾ മിനിമം വാല്യൂ നമ്മൾ എടുക്കുകയും ചെയ്തു. അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫൈനലി കിട്ടുന്ന വാല്യൂ ആണ് 132.12 kN/m എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A doubly reinforced beam section is 250 mm wide and 500 mm deep to the center of the tensile reinforcement. It is reinforced with 2 bars of 18 mm diameter. As compression reinforcement, an effective cover of 40 mm and 4 bars of 25 mm dia as tensile steel. Using M20 concrete and Fe415 steel, calculate the moment of resistance of the beam section എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 2 bars of 18 mm dia as compression reinforcement കൊടുത്തിട്ടുണ്ട്. അതുപോലെ 4 bars of 25 mm dia tensile reinforcement ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗിവൺ ഡേറ്റാസ് എന്തൊക്കെയാണ്? ബീം സൈസ് 250 mm by 500 mm തന്നിട്ടുണ്ട്. സോ B is equal to 250 mm and D is equal to 500 mm. Small d is equal to 500 mm. D dash കവർ അവർ തന്നിട്ടുണ്ട്. എഫക്റ്റീവ് കവർ is equal to 40 mm എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ഗ്രേഡ് ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് is 415 ആണ്. അതുപോലെ കോൺക്രീറ്റ് എന്ന് പറയുന്നത് M20 ആണ്. അപ്പോൾ ഇതിൽ നിന്നും ആദ്യം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ASC ആൻഡ് AST ആണ്. അപ്പോൾ അത് രണ്ടിൻ്റെയും നമുക്ക് എങ്ങനെ ചെയ്യാം? ASC is equal to 2 × π/4 × 18² ചെയ്യുക. സോ യു ഗെറ്റ് ഇറ്റ് ആസ് 508 mm² എന്ന് കിട്ടും. നെക്സ്റ്റ് അതുപോലെ AST is equal to 4 × π/4 × 25² ചെയ്യുന്ന സമയത്ത് 1964 mm² എന്നായിരിക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ. ഓക്കെ, ഇനി അതിൽ നിന്ന് നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? വി നീഡ് ടു ഫൈൻഡ് വാട്ട് ഈസ് FSC അല്ലേ? വാട്ട് ഈസ് ദ ഫോഴ്സ് വാല്യൂ ഡ്യൂ ടു ദ സ്റ്റീൽ അറ്റ് ദ കംപ്രഷൻ സൈഡ് എന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സ്ട്രെസ് വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നേരത്തെ കേസിൽ നമ്മൾ Fe250യുടെ കേസിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഇക്വേഷൻ അപ്ലൈ ആണ് ചെയ്തത്. പക്ഷേ Fe415 അതായത് HYST ബാർസ് എടുക്കുന്ന സമയത്ത് നമുക്ക് അവിടെ കോഡൽ വാല്യൂസ് ആണ് നോക്കേണ്ടത്. ഫോർ ദാറ്റ് വി നീഡ് ടു ഫൈൻഡ് D'/D എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. D'/D is equal to D' 40 എന്ന് തന്നിട്ടുണ്ട്. ഡിയുടെ വാല്യൂ 500 എന്ന് തന്നിട്ടുണ്ട്. സോ വി ഗെറ്റ് ഇറ്റ് ആസ് 0.08 എന്ന് കിട്ടുന്നുണ്ട്. ആഫ്റ്റർ ദാറ്റ് നമുക്ക് റെഫർ ചെയ്യേണ്ടത് നമ്മുടെ SP16 കോഡ് ബുക്കാണ്. അതിൽ പേജ് നമ്പർ 13 എടുക്കുക. ദെൻ റെഫർ ടേബിൾ F റെഫർ ചെയ്യുന്ന സമയത്ത് 415ക്ക് 0.08 നേരെ വരുന്ന വാല്യൂ എത്രയാണ് എന്നുള്ളതാണ് നമുക്ക് എടുക്കേണ്ടത്. അങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മുടെ FSCയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 353 എന്നൊരു വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ FSC വാല്യൂ. ദെൻ നമ്മുടെ പ്രീവിയസ്ലി പോലെ ടോട്ടൽ കംപ്രഷൻ ഇസ് ഈക്വൽ ടു ടോട്ടൽ ടെൻഷൻ എന്നുള്ളൊരു കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. സോ എങ്ങനെയാണ് ചെയ്യുന്നത്? 0.36 FCKB ഇൻറ്റു XU പ്ലസ് ASC ഇൻറ്റു FSC ഇസ് ഈക്വൽ ടു 0.87 FI ഇൻറ്റു AST ആണ് നമ്മുടെ ഫോർമുല. ഇതിലെ എല്ലാ വാല്യൂസും നമുക്ക് അറിയാം. അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് XU ആണ്. XUയുടെ വാല്യൂ അതിൽ നിന്നും സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതാണ്. സോൾവ് ചെയ്യുന്ന സമയത്ത് XU is equal to 294.3 mm എന്ന് നമുക്ക് കിട്ടും. ദെൻ വി ഹാവ് ടു കമ്പയർ XU ആൻഡ് XU max.
എക്സ് യു മാക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്താണ് 415 ആണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ 0.48 ഇൻറ്റു ഡി ആണ്. ഡിയുടെ വാല്യൂ 500 ആണ്. സോ 0.48 ഇൻറ്റു ഡി ചെയ്യുന്ന സമയത്ത് വി ഗെറ്റ് ആസ് 240 mm. എക്സ് യു ഇസ് നോക്കൂ, ഇവിടെ എക്സ് യു മാക്സ് കമ്പയർ ചെയ്യുന്ന സമയത്ത് എക്സ് യു മാക്സ് ഇസ് ലെസ് ദാൻ എക്സ് യു ആണ് വരുന്നത്. സോ വി ഹാവ് ടു ടേക്ക് എക്സ് യു ഇസ് ഈക്വൽ ടു എക്സ് യു മാക്സ്. അങ്ങനെയാണെങ്കിൽ എക്സ് യുടെ വാല്യൂ ഏതെടുക്കണം? 240 mm ആണ് നമുക്ക് എടുക്കേണ്ടത്. ഓക്കെ, അതെടുക്കാം. അപ്പോൾ എക്സ് യുടെ വാല്യൂ കിട്ടി. ദെൻ വി ക്യാൻ അപ്ലൈ ഇറ്റ് ഓൺ അവർ മൊമെൻറ്റ് ഇക്വേഷൻ. അൾട്ടിമേറ്റ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ഫോർമുല എഴുതുക 0.36 എഫ് സി കെ ബി ഇൻറ്റു എക്സ് യു ഇൻറ്റു ഡി മൈനസ് 0.42 എക്സ് യു പ്ലസ് എ എസ് സി ഇൻറ്റു എഫ് എസ് സി ഇൻറ്റു ഡി മൈനസ് ഡി ഡാഷ്. ഇതിലെല്ലാ വാല്യൂസും നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. എക്സ് യുടെ വാല്യൂം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ഫൈനലായിട്ടുള്ള അൾട്ടിമേറ്റ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. അങ്ങനെ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 254.94 kN/m ആയിരിക്കും. താങ്ക് യു.